കർത്താവിനെ ആരാധിക്കാനായിട്ട് കടന്നു വന്ന എല്ലാ പ്രിയ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. സമത്വസുന്ദര ലോകം എന്നത് ഒരു കാലത്ത് നമ്മൾ കേട്ട വളരെ പ്രസിദ്ധമായ ഒരു മുദ്രാവാക്യമാണ്. അതിൽ ആകർഷകരായി തീർന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അതൊരു സ്വപ്നം എന്ന് മാത്രമല്ല, തകർന്നു പോയ ഒരു സ്വപ്നം എന്ന് പറയണം. ജോർഡൻ പീറ്റേഴ്സൺ എന്ന് പറയുന്ന പ്രസിദ്ധനായ സൈക്കോളജിസ്റ്റ് അതിനെക്കുറിച്ച് പറയുമ്പോൾ പറയും, 20 കോടി ആളുകൾ, അതിലധികം ആളുകളുടെ ജീവൻ ഈ ആശയത്തിന് വേണ്ടി ബലിയർപ്പിച്ചു, പക്ഷേ ബാക്കിയായിട്ടൊന്നും ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. മനുഷ്യന് ദൈവരാജ്യം സൃഷ്ടിക്കാനായിട്ട് സാധിക്കില്ല. അത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ, നിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സങ്കടവും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ ഉള്ള ഈ ലോകത്തിൽ നമുക്ക് ദൂരേക്ക് കണ്ണുകൾ നട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു വിലയേറിയ പ്രാർത്ഥനയാണ്, കർത്താവേ നിൻ്റെ രാജ്യം വരണമേ എന്നുള്ളത്. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പൂർണ്ണമായും ഭാവി മാത്രമല്ല കേട്ടോ. The kingdom of God is not only a future reality, it is a present reality as well. അതൊരു വർത്തമാനകാല യാഥാർത്ഥ്യവുമാണ്. അത് ദൈവത്തിൻ്റെ സഭയാണ്. അതിൻ്റെ പ്രധാന the major emphasis of the kingdom of God at our time. നമ്മളുടെ കാലത്ത് ദൈവരാജ്യത്തിൻ്റെ പ്രദർശനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭയാണ്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾക്ക് ഒരു പരിധി വരെ പൂർത്തീകരണം വരേണ്ടത് ദൈവത്തിൻ്റെ സഭയിലൂടെയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വേദഭാഗം അപ്പസ്തലപ്രവൃത്തികൾ 10-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ 17 വാക്യങ്ങൾ, അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞതാണ്. ഇന്ന് ബാക്കി ഭാഗങ്ങളെല്ലാം കൂടെ ഉൾപ്പെടെ ഏകദേശം ഒരു 30 വാക്യങ്ങൾ നമുക്കിന്ന് ഒരുമിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. 1-2-3 പ്രസംഗം വേണമെങ്കിൽ അതിനെക്കുറിച്ച് പ്രസംഗിക്കാനായിട്ട് സാധിക്കും. എങ്കിലും അപ്പോസ്തല പ്രവൃത്തികൾ നമുക്കൊന്ന് പ്രസംഗിച്ച് തീർക്കണ്ടേ. അപ്പം അതുകൊണ്ട് ഒരു പ്രസംഗമായിട്ട് പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് രാവിലെ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാമത്തെ അധ്യായത്തിൽ പൗലോസിനെ കുറിച്ച് പറഞ്ഞു, പൗലോസിൻ്റെ മാനസാന്തരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പത്രോസിലേക്ക് മടങ്ങി വരേണ്ട കാര്യം എന്താ? പത്രോസിനെ കുറിച്ച് ആവശ്യത്തിന് പറഞ്ഞല്ലോ, ഇനിയും ബാക്കി പൗലോസിനെ കുറിച്ച് അങ്ങ് പറഞ്ഞാൽ പോരെ? അതൊരു ന്യായമായ ചോദ്യമാണ് അല്ലേ? വൈ? എന്തുകൊണ്ടാണ് ലൂക്കോസ് 9-ാമത്തെ അധ്യായത്തിൽ പൗലോസിനെ അവതരിപ്പിച്ചതിന് ശേഷം 9-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പത്രോസിലേക്ക് മടങ്ങി വരികയാണ്? അതിൻ്റെ കാരണം എനിക്ക് വെളിപ്പാടിനാൽ ലഭിച്ച ഒരു മറുപടിയല്ല. ഭാര്യയുടെ ചോദ്യത്തിന് നമ്മൾ നല്ല മറുപടി പറയണം, അല്ലല്ലേ? ഭാര്യയ്ക്ക് നമ്മളോടൊരു മതിപ്പ് ഉണ്ടാകത്തക്ക രീതിയിൽ. അതിന് കാരണം എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചതായിരുന്നു. എങ്കിലും പെട്ടെന്ന് ഞാൻ പറഞ്ഞ മറുപടി അത് നല്ല മറുപടിയാണെന്ന് എനിക്കങ്ങ് തോന്നുന്നു, അല്ലേ? കേട്ടില്ലല്ലോ അല്ലേ? ആ മറുപടി, ജാതികളായിരിക്കുന്ന ആളുകളെ ദൈവസഭയിലേക്ക് പ്രവേശിപ്പിക്കുക, ദൈവസഭയിലേക്ക് സ്വീകരിക്കുക എന്നത് അതിൽ പ്രമുഖമായ പങ്ക് അപ്പോസ്തലനായ പൗലോസിനാണ്. ജാതികളുടെ സുവിശേഷവൽക്കരണം, ജാതികളെ യഹൂദന്മാരെ പോലെ തന്നെ ദൈവസഭയിൽ സ്വീകരിക്കണം എന്ന കാര്യം, അതിലെ പ്രമുഖ വക്താവ് അപ്പോസ്തലനായ പൗലോസാണ്. നിങ്ങൾ പൗലോസിൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അറിയാം. അതിനുശേഷം 13-ാമത്തെ അധ്യായം മുതലുള്ള അദ്ദേഹത്തിൻ്റെ മിഷണറി യാത്രകൾ ശ്രദ്ധിച്ചാൽ നമുക്കതറിയാം. യഹൂദനും യവനനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ദൈവസഭയിലേക്ക് പ്രവേശിക്കാനായിട്ട് യഹൂദനെ പോലെ തന്നെയുള്ള അവകാശം ജാതികൾക്കുമുണ്ട് എന്ന കാര്യം ഏറ്റവും പ്രാധാന്യമേറി പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലനായ
പൗലോസാണ്. എന്നാൽ ഈ ആശയം അപ്പോസ്തലനായ പൗലോസിൻ്റെ ആശയമല്ല, അല്ലെങ്കിൽ ആശയം മാത്രം അല്ല. അത് ദൈവത്തിൻ്റെ ആശയമാണ്, ദൈവസഭയുടെ ആശയമാണ്. അപ്പോൾ ആശയം, അല്ലെങ്കിൽ ജാതികൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സഭയുടെ വാതിൽ തുറന്നു കൊടുക്കുക എന്ന പരിപാടി യഥാർത്ഥത്തിൽ അപ്പോസ്തലനായ പത്രോസാണ് ചെയ്യുന്നത്. അപ്പം ആ കാര്യമാണ് നമ്മൾ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈവൻ ദോ Paul is the apostle of the Gentiles, the entrance of the Gentiles into the church is actually inaugurated by Apostle Peter. അപ്പോസ്തലനായ പൗലോസാണ് ദൈവത്തിൻ്റെ സഭയിലേക്ക് ജാതികൾക്ക് യഹൂദന്മാരാകാതെ തന്നെ പ്രവേശിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ആദ്യമായിട്ട്, അല്ലെങ്കിൽ അതിന് ഒരു ഉദ്ഘാടന ക്രമീകരണം ചെയ്യുന്നത് അപ്പോസ്തലനായ പത്രോസാണ്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്, നിങ്ങൾ അതിനെത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ വളരെ പ്രാധാന്യം ആ അധ്യായത്തിന് കൊടുക്കണം. അതിന് 48 വാക്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെ അധ്യായമൊന്നും ആദ്യകാലങ്ങളിൽ തിരിച്ചിരുന്നില്ല എന്നുള്ള കാര്യം ശരിയാണ്. എന്നാലത് അധ്യായങ്ങൾ തിരിച്ചതായിരിക്കുന്ന ആളുകൾ ഈ അധ്യായം വളരെ പ്രാധാന്യമേറിയ അധ്യായമാണ് എന്നവർക്ക് മനസ്സിലായി. അതിന് 48 വാക്യങ്ങളുണ്ട്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇൻ ദി ബുക്ക് ഓഫ് ആക്ട്സ്. അപ്പോസ്തല പ്രവൃത്തികളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അതിനെ നമുക്ക് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ 2-ാമത്തെ പെന്തക്കോസ്ത് എന്ന് പറയാം. ദാറ്റ് ഈസ് ദി സെക്കൻഡ് പെന്തക്കോസ്റ്റ്. പെന്തക്കോസ്ത് എന്ന് പറയുന്ന സംഭവം ഒരുപക്ഷെ AD 33 ആ കാലഘട്ടങ്ങളിലാണ് എങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷമാണ് ഈ പറയുന്ന സംഭവം. ഒരു 10 വർഷത്തിന് ശേഷമാണ് ഈ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. 10 വർഷം കഴിഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷം എടുത്തു ജാതികൾക്ക് ദൈവസഭയിലേക്ക് വരാം, അവർക്ക് യഹൂദന്മാരാകേണ്ടതില്ല എന്ന ആ ആശയം ആളുകൾക്ക് ബോധ്യപ്പെട്ടത്, അല്ലെങ്കിൽ ആ വെളിപ്പാട് വന്നത്, അല്ലെങ്കിൽ അത് ആ ഒരു ക്രമീകരണം ഉണ്ടായത് അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിലാണ്. യഹൂദന്മാർക്കും ജാതികൾക്കും കൂടെ ഒരുമിച്ച് ദൈവസഭയിൽ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുമോ എന്ന ചോദ്യം കളമശ്ശേരി സഭയിലെ പ്രമുഖമായിരിക്കുന്നൊരു ചോദ്യമല്ല, അല്ലേ? ആണോ? നമ്മളുടെ ഇടയിലുള്ളതായിരിക്കുന്ന യഹൂദന്മാർക്ക് ജാതികളായിരിക്കുന്ന നമ്മളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പോകാൻ പറ്റുമോ? അവർക്ക് പോകാൻ പറ്റുകയില്ല. കാര്യം യഹൂദന്മാരെ നമുക്കില്ല. വി ഡോണ്ട് ഹാവ് ദാറ്റ് പ്രോബ്ലം, ഡു വി? എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ ഉള്ള സഭയെ സംബന്ധിച്ചതൊരു വലിയ പ്രശ്നമായിരുന്നു. ബ്രാഹ്മണന്മാരും ചണ്ടാലന്മാരും കൂടെ ഒരുമിച്ച് അപ്പം നുറുക്കാൻ പറ്റുമോ? അതൊരു വലിയ പ്രശ്നമല്ലേ? അപ്പം അതിന് 2 ദർശനങ്ങൾ ദൈവം 10-ാമത്തെ അധ്യായത്തിൽ അയക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ദർശനം എന്ന് പറയുന്നത് കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു ജാതീയനാണ്. അദ്ദേഹം ഇറ്റാലിയൻ കൊഹോർട്ട് എന്ന് പറയുന്ന റോമ പട്ടാളത്തിലെ ഒരു സെഞ്ചൂറിയൻ, ശതാധിപനാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു ദർശനം ഉണ്ടായി. ഒരു ദൈവദൂതൻ വന്നിട്ട് കൊർന്നല്യോസിനോട് പറഞ്ഞു, നീ യോപ്പ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആളെ അയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശിമോനെ നീ വിളിക്കണം. ഈ പറഞ്ഞതൊരു അന്യായമായ പ്രസ്താവനയാണ് കേട്ടോ, അല്ലെങ്കിൽ അസാധ്യമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ജാതീയനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു യഹൂദനോട് നീ എൻ്റെ വീട്ടിൽ വരണമെന്ന് പറയാനൊക്കത്തില്ല. അതിനുള്ളതായിരിക്കുന്ന അങ്ങനെ പറഞ്ഞാൽ വരത്തില്ല, അവർക്ക് സാധിക്കില്ല. ഒരു ചണ്ടാലന് ഒരു ബ്രാഹ്മണനോട് നിങ്ങൾ എൻ്റെ വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ചിലപ്പോൾ സാധിക്കുമായിരിക്കും, അല്ലേ? എന്നാലും ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറയാൻ സാധിക്കില്ല. അപ്പോൾ അസാധ്യമായിരിക്കുന്ന ഒരു കാര്യം പറയണം എന്ന ദർശനമാണ് കൊർന്നല്യോസിന് കിട്ടിയത്. അപ്പോൾ ആ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ കൊർന്നല്യോസ് പെട്ടെന്ന് തൻ്റെ 2 സേവകന്മാരെയും ഒരു പട്ടാളക്കാരനെയും കൂടെ യോപ്പ എന്ന് പറയുന്ന ആ പട്ടണത്തിലേക്ക് പത്രോസിനെ വിളിക്കാനായിട്ട് അയച്ചു. അപ്പോൾ ഇവരിങ്ങനെ ഈ യോപ്പയിലേക്ക് വരുന്ന സമയത്ത് പത്രോസിന് ഒരു വിശപ്പ്. 12 മണി നേരമായി, നല്ല വയറ് കത്തുന്നുണ്ട്, നല്ല വിശപ്പ്. അപ്പോൾ ചോദിച്ചപ്പം ആഹാരമൊന്നും ശരിയായിട്ടില്ല. എന്നാൽ
ആഹാരം ശരിയായിട്ടില്ല, വയറ് വിശക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കും അല്ലേ? നമ്മളങ്ങനെ വിചാരിക്കുകയല്ല. പത്രോസ് നല്ല മനുഷ്യനല്ലേ, അദ്ദേഹം പറഞ്ഞു വിശക്കുകയൊക്കെ ചെയ്യുന്നു, ആഹാരം ഒട്ട് ശരിയായിട്ടുമില്ല, ഏതായാലും ശരിയാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് കളയാം എന്ന് വിചാരിച്ച് ഇദ്ദേഹം മട്ടുപ്പാവ് അല്ലെങ്കിൽ മുകളിലത്തെ സ്ഥലത്തേക്ക് പോയിട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ പെട്ടെന്നൊരു ഉറക്കം പോലെയൊക്കെ വന്നു. എന്നിട്ട് ഒരു ദർശനം തനിക്ക് കിട്ടി. ആ ദർശനത്തിൽ താൻ കണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു വലിയ ബാസ്ക്കറ്റിൽ തനിക്ക് ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത ഒരുപാട് ജീവികളെ സ്വർഗത്തിൽ നിന്ന് താഴോട്ട് ഇറക്കിക്കൊടുത്തു. എന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് അറുത്ത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. അപ്പം തനിക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ പത്രോസ് പെട്ടെന്ന് കർത്താവിനോട് പറഞ്ഞു, അതൊക്കെ അങ്ങ് മനസ്സിലിരിക്കും, ഞാൻ ചെയ്യത്തില്ല. അയ്യോ, ഒരിക്കലും അരുത് കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പണി കാണിച്ചിട്ടില്ല. 3 പ്രാവശ്യം ഉണ്ടായി. പത്രോസ് ചെറിയ ആളൊന്നുമല്ല കേട്ടോ. പത്രോസിന് ഒരു പ്രാവശ്യം പറഞ്ഞാലൊക്കെ പുള്ളിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. 3 പ്രാവശ്യം. അപ്പോൾ അതൊക്കെ കണ്ടേച്ച് ഇങ്ങനെ കണ്ണുമൊക്കെ തിരുമ്മി അദ്ദേഹം താഴോട്ട് ഇറങ്ങി വരികയാണ്. എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് പുള്ളിക്ക് ഒട്ടും പിടികിട്ടിയില്ല. അങ്ങനെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ 3 പേര് താഴെ വന്നിട്ട് പറഞ്ഞു, ശിമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, പത്രോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റേ പേര്, താമസിക്കുന്ന സ്ഥലം ഇത് വല്ലതും ആർന്നു എന്ന് ചോദിച്ചുകൊണ്ട് 3 ആൾക്കാർ. അപ്പം ശിമോൻ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നയാൾ ഞാൻ തന്നെയാണ്, നിങ്ങൾ എന്താ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അന്നേരമാണ് അവർ പറഞ്ഞു, കൊർന്നല്യോസ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ജാതീയനായൊരു മനുഷ്യന് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ക്ലിക്കായി. അപ്പം താൻ ഒരിക്കലും ചെയ്യുകയില്ല എന്ന് പറഞ്ഞ കാര്യം, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയരുത് എന്ന് ദൈവം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് പെട്ടെന്ന് പുള്ളിക്ക് സ്ട്രൈക്കായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, നമുക്ക് ഇന്ന് ഏതായാലും നിങ്ങൾ എൻ്റെ കൂടെ താമസിക്കുക, നമുക്ക് നാളെ പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവരോട് കൂടെ പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജാതികളും യഹൂദന്മാരും തമ്മിലുള്ള ആ മതിൽക്കെട്ട് ഇടിച്ചു കളഞ്ഞത് ദൈവം തന്നെയാണ്. അത് പത്രോസോ യോഹന്നാനോ പൗലോസോ ഒന്നും ചെയ്ത കാര്യമല്ല, അത് ദൈവം തന്നെ ചെയ്ത കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വാക്കുകൂടെ ഞാനങ്ങ് പറയാം. അപ്പം ഞാൻ അതിന് ഈ വാക്യങ്ങളെല്ലാം എനിക്ക് വായിച്ചാൽ ഒരുപാട് സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ഞാനിത് പോകുന്ന നമ്മുടെ പുരോഗതി അനുസരിച്ച് ഞാനത് വായിച്ചോളാം. അതിൻ്റെ 17-ാമത്തെ വാക്യമാണ്, ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശിമോൻ്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിക്കൽ നിന്നു. പത്രോസ് എന്ന് മറുപേരുള്ള ശിമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് അവർ വിളിച്ച് ചോദിച്ചു. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകുക എന്ന് പറഞ്ഞു. അവിടെ ഈ ജാതികളും യഹൂദന്മാരും തമ്മിലുള്ളതായിരിക്കുന്ന ആ മതിൽക്കെട്ട്, അതിൻ്റെ വ്യത്യാസങ്ങൾ ഇല്ലായ്മ ചെയ്തത് ദൈവം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഹൂദന്മാരായിരിക്കുന്ന ആളുകളെ നമ്മുടെ സഭയിൽ സ്വീകരിക്കണമോ എന്നുള്ള ചോദ്യം ഇന്ന് നമുക്കില്ല, അല്ലേ? നമുക്കങ്ങനൊരു പ്രശ്നമില്ല. എന്നാൽ ദൈവത്തിൻ്റെ സഭയിലുള്ള വിശ്വാസികൾക്ക് തുല്യതയുണ്ട്. ഒരു നിലയിലും ഒരു വ്യത്യാസം വിശ്വാസികളുടെ മധ്യത്തിൽ വയ്ക്കുവാൻ അനുവാദമില്ല എന്ന കാര്യമാണ് ഇന്ന് നമ്മളോട് കർത്താവ് പറയുന്നതായിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള വ്യത്യാസം വല്ലതും നമുക്കുണ്ടോ? ഉണ്ടോ? എൻ്റെ പൊന്നേ, അല്ലേ? മനുഷ്യരെ തമ്മിൽ വേർപിരിക്കുക, ഞാൻ നിങ്ങളെക്കാളും മെച്ചമാണ് എന്ന് പറയുക, അത് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് എൻ്റെ സഹോദരങ്ങളെ. മറ്റു മനുഷ്യരെ അവരുടെ പശ്ചാത്തലം നോക്കാതെ, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാതെ, അവരുടെ സൗന്ദര്യം നോക്കാതെ, അവരുടെ വ്യത്യാസങ്ങളൊന്നും കണക്കിലെടുക്കാതെ ദൈവമക്കൾ എന്നുള്ള നിലയിൽ അവരെ സ്വീകരിക്കാൻ കഴിയുക, അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. എത്ര സമൂഹങ്ങളിലുണ്ട് ആ നിലയിലുള്ള സ്വീകരണവും തുല്യതയും? ദൈവം
വേർപാടിൻ്റെ നടിച്ചുവരെ ഇടിച്ചു കളഞ്ഞു. ഇന്ന് മനുഷ്യരെ ഏതെങ്കിലും ഒരു നിലയിൽ മാറ്റി നിർത്തി അവരെ അവഗണിക്കുവാൻ, അവരെ വേർതിരിച്ച് നിർത്തുവാനുള്ള അനുവാദം ദൈവമക്കൾക്കില്ല. ഇത് കർത്താവ് പറഞ്ഞിട്ടൊരു 12,000 വർഷമായി എന്നുള്ളത് ശരിയാണെങ്കിലും ഇന്നും മനുഷ്യരുടെ മധ്യത്തിൽ, ദൈവസഭകളുടെ മധ്യത്തിൽ അത് പ്രശ്നമാണ്. ആളുകൾ മനുഷ്യനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഒരു പക്ഷേ ജാതിയുടെ അടിസ്ഥാനത്തിലും ഉണ്ട്. ഇപ്പോൾ ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് എങ്കിൽ ഒന്ന് എല്ലാവർക്കും ഒന്ന് പിടിച്ചു കിട്ടാനൊരു അല്പസമയം എടുക്കൂലേ? വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ, സൗന്ദര്യത്തിൻ്റെ പേരിൽ, പണത്തിൻ്റെ പേരിൽ, സാഹചര്യങ്ങളുടെ പേരിൽ, ഇതിലൊക്കെയാണ് ഓരോ ക്ലിക്കുകളല്ലേ. ഓരോ സമുദായങ്ങളിൽ ചെന്നാൽ എല്ലാവരും ഒരുമിച്ചല്ല ഇരിക്കുന്നത് കേട്ടോ. ഞാൻ ഒരു സഭയെക്കുറിച്ച് പറഞ്ഞു, ഒരു സഭയിൽ ചെന്നിട്ട് നമ്മൾ അബദ്ധവശാൽ കയറി ഇരുന്ന് പോയാൽ അതിൻ്റെ അച്ചായം വരുമ്പോൾ നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് അത്, അവിടെ മറ്റാർക്കും ഇരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ സഭയിലുള്ള തുല്യത എന്ന കാര്യം കർത്താവ് സ്ഥാപിച്ചിട്ട് 2000 വർഷമായി എങ്കിലും മനുഷ്യരിന്നും രക്ഷിക്കപ്പെട്ട പാപികളാണ് വിശ്വാസികൾ എന്നുള്ളത് കൊണ്ട് ഈ പ്രശ്നം നമുക്കെല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. നമ്മുടെ ഹൃദയത്തിൽ നിരന്തരമായി നമ്മളെടുക്കുന്ന ഒരു തീരുമാനമാണ് there is no segregation. മനുഷ്യരെ അവരുടെ പശ്ചാത്തലത്തിൻ്റെ, അവരുടെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വേർതിരിക്കുകയില്ല. ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങളെല്ലാവരും തുല്യരാണ് എന്ന കാര്യം നമ്മൾ വീണ്ടും വീണ്ടും നമ്മളുടെ മനസ്സിനോടും മനസാക്ഷിയോടും നിരന്തരമായിട്ട് പറയേണ്ട കാര്യമാണ്. ബിക്കോസ് വി ആർ ഓൾവേസ് പ്രോൺ ടു സെഗ്രിഗേറ്റ് പീപ്പിൾ. മനുഷ്യരെ അവഗണിക്കാനുള്ള, അവരെ ചെറുതാക്കാൻ, കൊച്ചാക്കാൻ, അവരെ ചൂഷണം ചെയ്യുവാൻ, അതിനൊക്കെയുള്ള സാധ്യത നമ്മളുടെ എല്ലാവരുടെ ഹൃദയത്തിൽ ഉണ്ട്. അപ്പം അതിനെതിരായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് പ്രായോഗികമായി പറയുമ്പോൾ ഇന്ന് ഈ വചനത്തിൽ നിന്ന് കർത്താവ് നമ്മളോട് പറയുന്നത്. ജാതിയെന്നോ യഹൂദനെന്നോ അല്ലെങ്കിൽ ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് നിങ്ങൾ വന്നത് എന്ന ചോദ്യം ദൈവസഭയിലില്ല. നിങ്ങൾ ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നത്, നിങ്ങൾക്ക് എന്ത് സാമ്പത്തികമായിരിക്കുന്ന അവസ്ഥയുണ്ട്, നിങ്ങൾക്ക് എത്ര സൗന്ദര്യമുണ്ട്. സൗന്ദര്യമുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്കറിയാതെ അവരോടൊരു ബഹുമാനം തോന്നും അല്ലേ? അപ്പം നിങ്ങൾക്കുള്ള സൗന്ദര്യം കളയണ്ട, അത് വേറെ കാര്യം. അങ്ങനെയൊക്കെ നിങ്ങൾ സൗന്ദര്യമായിട്ട് തന്നെ ഇരുന്നു. പക്ഷെ അതിൻ്റെ പേരിലൊക്കെ ആളുകളെ മാനിക്കുക എന്ന് പറയുന്നത് അത് ദൈവികമല്ല. നാം മനുഷ്യരെ മാനിക്കുന്നതിന് കാരണമെന്ന് പറയുന്നവർ ദൈവമക്കളാണ് എന്നുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് പറയും. പണ്ട് ഞങ്ങളുടെ കാലത്ത് കൺവെൻഷൻ പ്രസംഗത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാ, നമുക്കൊരു കുടുംബമേ ഉള്ളൂ, അതിന് പേരെന്താ വെച്ചാൽ കുരിശിന്മേൽ കുടുംബം എന്നാ പേരെന്താ. We are all from one father, we are all from one family, and we are all saved by one message. കർത്താവായ യേശു ക്രിസ്തുവിനാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള നിലയിൽ നാം എല്ലാവരും തുല്യരാണ് എന്ന കാര്യമാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അതിനെക്കുറിച്ച് അപ്പസ്തലനായ പത്രോസ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പോൾ പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അയ്യോ, ആളുകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കാനുള്ള ആ മനസ്സ് ഉണ്ട് കേട്ടോ. പത്രോസ് ഇങ്ങോട്ട് വന്നപ്പോൾ പത്രോസും കൊർന്നല്യോസും ദൈവത്തിന് മുൻപാകെ ഒരുപോലെയുള്ള ആൾക്കാരാണ് എന്ന് ചിന്തിക്കാനായിട്ട് കൊർന്നല്യോസിന് സാധിച്ചില്ല. കൊർന്നല്യോസ് കവിണ്ണ് അദ്ദേഹത്തിൻ്റെ പാദപീഠത്തിലങ്ങ് വീണു. എൻ്റെ പാദപീഠത്തിൽ ആരെങ്കിലും വീഴുകയാണെങ്കിൽ അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു അല്പം താമസിച്ചു മതി എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കിട്ടുന്ന ബഹുമാനം പോരട്ടെ അല്ലേ? കഴിഞ്ഞ ഒരു ദിവസമായിരിക്കും ഒരു സഹോദരന് അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൈക്കൊരു ഉമ്മ തോന്നി. അപ്പോൾ എനിക്കൊരു അല്പനേരം ഒരു തരിപ്പ് ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചാ, അപ്പം ഞാൻ ഈ സഹോദരങ്ങൾ കൂടി ആളാണല്ലോ. അത് എൻ്റെ മനെ അല്ലെന്നേ. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ തുല്യരായിരിക്കുന്ന ആളുകളാണ്. നമ്മൾ കാൽക്കൽ വീഴുകയും ആളുകളെ പ്രത്യേകമായി ബഹുമാനിക്കുകയും അങ്ങനെ ഒന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. വ്യക്തിപൂജ അത് ദൈവത്തിൻ്റെ മുൻപാകെ സ്വീകാര്യമായ കാര്യമല്ല. പത്രോസ് ഇദ്ദേഹത്തെ പെട്ടെന്ന് ചാടി പിടിച്ചങ്ങ് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, കൊർന്നല്യോസേ, ഞാനും ഒരു മനുഷ്യനാണ്. എൻ്റെ ദൈവമേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭ ആദിമ നൂറ്റാണ്ടിൽ നിന്ന് എത്ര വ്യത്യസ്തമായി ഇന്ന്.
ഒരു ബിഷപ്പിൻ്റെ മുമ്പിൽ വീണാൽ ആ ബിഷപ്പ് പിടിച്ചെഴുന്നേൽപ്പിക്കുമോ? എൻ്റെ പൊന്നെ, ഞാനും ഒരു മനുഷ്യനാണ്, എന്നെ ഇങ്ങനെ ബഹുമാനിക്കേണ്ട കാര്യമില്ല, എൻ്റെ പൊന്നെ, അങ്ങ് നിന്നു കൊടുക്കുകയില്ലയോ ആൾക്കാർ? ബിഷപ്പന്മാരും നമ്മളുടെ സമുദായങ്ങളും ഒന്നും പറയേണ്ട, ലോക്കൽ ചർച്ചും മോശമല്ല, ലോക്കൽ ചർച്ചും മോശമല്ല, ബഹുമാനം വരിക എന്നേ പോരട്ടെ എന്ന ആശയം. എല്ലാവരും തുല്യരാണോ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഈ എപ്പിസ്കോപ്പസി, ഈ പൗരോഹിത്യം, ഈ തിരുമേനി, ഐമേനി എന്നൊക്കെ പറയുന്ന കാര്യം, ലോകയില്ല എന്നുള്ള കാര്യമൊക്കെ ശരിയാ. പക്ഷെങ്കിൽ എല്ലാവരുടെ ഹൃദയത്തിൽ അങ്ങനെയൊക്കെ അത് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. പത്രോസ് പറഞ്ഞു, മോനെ എന്നല്ല പറഞ്ഞു, കൊർന്നല്യോസേ, നീ എൻ്റെ കാൽക്കൽ വീഴാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അയ്യോ, അതൊരു വലിയ കാര്യമാണ് കേട്ടോ, അതൊരു വലിയ കാര്യം. അപ്പസ്തലനായ പത്രോസ് ദൈവഭക്തനായ മനുഷ്യനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അത്. വേറൊരവസരത്തിൽ ബർന്നബാസും പൗലോസും അവർ ഒരു സ്ഥലത്ത് ചെന്ന്, ലിസ്ട്രായിൽ ചെന്ന് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ജന്മനാ മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ അത്ഭുതകരമായിരിക്കുന്ന രോഗസൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജാതീയ ആ ദേവാലയത്തിലെ പുരോഹിതൻ പറഞ്ഞു, ഇത് സാധാരണ മനുഷ്യരൊന്നുമല്ല, ഇവർ ദേവന്മാരാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിവർക്കൊരു ബലി കഴിക്കാം. ഒരു കാളയെ പിടിച്ച് പൗലോസിനും ബർന്നബാസിനും വേണ്ടി അവരുടെ മുൻപിൽ ബലി കഴിക്കാനായിട്ട് വന്നു. അവിടെ പൗലോസും ബർന്നബാസും ഉടുപ്പ് വലിച്ചങ്ങ് കീറിയേച്ച് പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെയുള്ള സാധാരണ മനുഷ്യരാണ്. ആരാധനയ്ക്ക് യോഗ്യനായിട്ട് ഒരാളേ ഉള്ളൂ, അത് ദൈവമാണ്, കർത്താവായ യേശുക്രിസ്തുവാണ്, അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോഴേ മനുഷ്യരെ, രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മുൻപാകെ തുല്യരാണ് എന്ന ആശയം പ്രായോഗികമായിട്ട് തന്നെ നമ്മൾ നിലനിർത്തണം. അതുകൊണ്ട് പ്രായമായ ആൾക്കാരെ, ദൈവവചനമൊക്കെ അറിയാവുന്ന ആൾക്കാരെ, ഭക്തന്മാരായി ജീവിക്കുന്ന ആൾക്കാരോട് ബഹുമാനമൊന്നും വേണ്ട എന്നൊന്നുമല്ല ഞാനീ പറഞ്ഞത്. എന്നാൽ ദൈവത്തിൻ്റെ മുൻപാകെയുള്ള തുല്യത എന്ന ആശയം നമ്മൾ വളരെ ഗൗരവമായിട്ട് നിലനിർത്തേണ്ടതായിരിക്കുന്ന കാര്യമാണ്. ഐമേനിയും തിരുമേനിയും ഉണ്ടോ? ഐമേനിയും തിരുമേനിയും സാധാരണക്കാരായിരിക്കുന്ന വിശ്വാസികളും പിന്നെ പ്രത്യേക അധികാരം കിട്ടിയ ആൾക്കാരും ഇല്ലെന്നേ. ഐമേനിയും തിരുമേനിയും ഒന്നുമില്ല, എല്ലാവരും തിരുമേനിമാരാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുൻപാകെ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവത്തിൻ്റെ മുൻപാകെ ബഹുമാന്യരായ ദൈവമക്കളായ പുരോഹിതന്മാരായ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ അനുവാദമുള്ള, ശുശ്രൂഷകൾ ചെയ്യുവാൻ അനുവാദമുള്ള വ്യക്തികൾ തന്നെയാണ്. പിന്നെ ശുശ്രൂഷകൾക്ക് വ്യത്യാസമുണ്ട്. ദൈവം അവരെ ഏൽപ്പിച്ചതായിരിക്കുന്ന കൃപകൾ അനുസരിച്ച് വ്യത്യാസമായിരിക്കുന്ന ശുശ്രൂഷകളാണ് ആളുകൾ ചെയ്യുന്നത് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ കൊർന്നല്യോസിനോട് അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അതാണ് ഞാൻ ആദ്യത്തെ പോയിൻ്റായിട്ട് പറഞ്ഞത്. വിശദമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അതാ പറയുന്നത്, ദൈവത്തിൻ്റെ മുൻപാകെ മുഖപക്ഷമില്ല. ദൈവം ആരെയും ബാഹ്യമായിരിക്കുന്ന സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുന്നില്ല. ഏത് മനുഷ്യനും ദൈവത്തിന് മുൻപാകെ വിനയപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ അവർക്ക് കർത്താവിൽ വിശ്വസിക്കുവാനുള്ള അനുവാദം, അതിനുള്ളതായിരിക്കുന്ന അവകാശം തുല്യമായിട്ട് ദൈവം എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്. ഒരു വ്യത്യാസവുമില്ല എന്നുള്ള കാര്യം രണ്ട് നിലയിൽ പറയാം. ഒന്ന്, നമ്മളെല്ലാവരും ഒരുപോലെ ദൈവത്തിന് മുൻപാകെ അയോഗ്യരായിരിക്കുന്ന ആളുകളാണ്, പാപികളാണ്. ആ നിലയിൽ ആർക്കും ദൈവത്തിന് മുൻപാകെ ഒന്നും പ്രശംസയായിട്ട് പറയാനില്ല. ഞാൻ അത്ര മോശക്കാരനൊന്നും അല്ല, കർത്താവിന് എന്നെ കിട്ടിയതൊരു ഭാഗ്യമാണ് എന്നുള്ള നിലയിൽ ആർക്കും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ പറ്റത്തില്ല. എല്ലാവരും പാപികളാണ്. അപ്പം അതുകൊണ്ട് ആ നിലയിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ദൈവം ആരെയും അവരുടെ ബാഹ്യമായ സാഹചര്യങ്ങൾ അനുസരിച്ച് ബഹുമാനിക്കുകയില്ല. നിങ്ങൾ സൗന്ദര്യമുള്ളയാളാണ്, പണമുള്ളയാളാണ്, നല്ല പാരമ്പര്യമുള്ള ആളാണ് എന്നൊന്നും വിചാരിച്ച് ആ നിലയിൽ ദൈവം നിങ്ങളെ ബഹുമാനിക്കാൻ തീരുമാനിച്ചിട്ടില്ല.
നിങ്ങൾ ഏത് നിലയിലുള്ള വ്യക്തിയാണെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങൾ വിനയപ്പെട്ട് ദൈവം മുൻപാകെ കടന്നു വരുവാൻ മനസ്സുണ്ട് എങ്കിൽ അതിനുള്ള അനുവാദം, അവകാശം തുല്യമായി ദൈവം എല്ലാവർക്കും നൽകിയിരിക്കുകയാണ് എന്നതാണ് ഈ വചനത്തിൽ നിന്ന് പത്രോസ് പറയുന്നത്. യഹൂദനാണെന്നൊന്നും നോക്കിയല്ല, ജാതിയാണെന്നൊന്നും നോക്കിയല്ല, മാനസാന്തരപ്പെടാൻ മനസ്സുണ്ടോ എന്നൊരു ചോദ്യമേ ഉള്ളൂ. വേറെ ചോദ്യങ്ങളൊന്നുമില്ല. രക്ഷിക്കപ്പെടുവാൻ മനസ്സുണ്ടോ? നിനക്ക് രോഗികളാണ് അല്ലോ. കർത്താവ് 38 വർഷം രോഗിയായി കിടന്ന ഒരു മനുഷ്യനോടിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ കർത്താവ് ചോദിച്ച ഒരു ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അത്രയേ ഉള്ളൂ ചോദ്യം. വേറെ ചോദ്യങ്ങളൊന്നുമില്ല. നീ എത്ര നാളായി ഇവിടെ കിടപ്പാൻ തുടങ്ങിയിട്ട് നിനക്ക് വല്ലതും പുരോഗതി വല്ലതും ഉണ്ടോ? നിനക്ക് രക്ഷപ്പെടാനുള്ള വല്ല സാധ്യതയും ഉണ്ടോ? അതൊന്നും ചോദ്യമല്ല. കർത്താവിൻ്റെ ചോദ്യം, നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ സൗഖ്യമാക്കുവാനായിട്ട് കർത്താവ് തീരുമാനിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ അടുക്കൽ വരുന്നതിന് ഏത് വ്യക്തിക്കും ഏതവസ്ഥയിലും ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും കർത്താവിൻ്റെ അടുക്കലേക്ക് വരുവാനുള്ള അനുവാദം, അതിനുള്ള അവകാശം കർത്താവ് നമുക്ക് തന്നിരിക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, പാപങ്ങൾ എന്ത് തന്നെയുമായിക്കൊള്ളട്ടെ, അതിനുള്ള പരിഹാരം കർത്താവായ യേശുക്രിസ്തുവിനുണ്ട്. നിങ്ങൾക്ക് വരുവാൻ കഴിയും. വരാൻ മനസ്സ് വെച്ചാൽ മതി എന്ന കാര്യമാണ് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ പറയുന്നത്. ദൈവം ആരുടെയും മുഖം നോക്കുന്നില്ല. ദൈവം നമ്മളായിരിക്കുന്ന നിലയിൽ സ്വീകരിക്കുവാൻ മനസ്സുള്ളവനാണ് എന്ന കാര്യമാണ് അപ്പോസ്തലനായ പത്രോസ് നമ്മളോട് പറയുന്നത്. എനിവൺ ക്യാൻ കം, എനിവൺ ക്യാൻ കം പ്രൊവൈഡഡ് യു ആർ വില്ലിംഗ് ടു കം. വരാൻ മനസ്സുള്ള ഏത് വ്യക്തിക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കും. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ കാഠിന്യം കർത്താവിന് പ്രശ്നമല്ല. നിങ്ങളുടെ പാപത്തിൻ്റെ കാഠിന്യം കർത്താവിന് പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ പരിഹരിക്കാൻ കഴിയാത്തതല്ല. കടന്നു വരുന്ന ഏത് വ്യക്തിക്കും കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ രക്ഷ ഒരുക്കിയിരിക്കുന്ന ദൈവം തൻ്റെ അടുക്കിലേക്ക് വരാനായിട്ട് നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. അതാണ് നമുക്ക് ആദ്യമേ ഞാനിതിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ രക്ഷ അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന വ്യക്തികൾക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുമ്പം അതിനെക്കുറിച്ച് ആദ്യമേ മുഖവരിയായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ പറയുന്ന സുവിശേഷം യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാർ പറഞ്ഞ സുവിശേഷം തന്നെയാണോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞ കാര്യം അപ്പോസ്തലനായ പത്രോസും പൗലോസും അപ്പോസ്തലന്മാരും പറഞ്ഞതായിരിക്കുന്ന സുവിശേഷമാണോ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം സുവിശേഷം മനസ്സിലാക്കിയത് അപ്പോസ്തലന്മാരിൽ നിന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കർത്താവ് മുഖാന്തരമായി ഉപയോഗിച്ചത് അപ്പോസ്തലന്മാരെയാണ്. ബൈബിൾ വേണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ബൈബിളെന്ന് ഞാൻ പറഞ്ഞത് അപ്പോസ്തലന്മാർ കർത്താവിൽ നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തി തന്ന അപ്പസ്തലികമായ ആ സന്ദേശമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. പുതിയ നിയമം ഇല്ലാതെ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. ബൈബിൾ വായിക്കുന്നില്ല, യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാൻ പറ്റും? യേശുക്രിസ്തു പറഞ്ഞ ഒരാൾ ജീവനോട് അങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യവും ഒരുപക്ഷെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൽ കവിഞ്ഞൊന്നും യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോസ്തലന്മാരുടെ സാക്ഷ്യമാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയാനുള്ള മുഖാന്തരം എന്ന് പറയുന്നത് അതാണ്. ബൈബിളാണ്, പുതിയ നിയമമാണ് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരുന്നതായിരിക്കുന്ന മുഖാന്തരം അതാണ്. അപ്പം ഞാൻ പറയാം, നമ്മൾ പറയുന്ന സുവിശേഷം അപ്പോസ്തലന്മാർ പറഞ്ഞ സുവിശേഷം തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ അതാണ് എങ്കിൽ നമ്മളുടെ സുവിശേഷം സത്യ സുവിശേഷമാണ് എന്ന് നമുക്കറിയാം. ശരി, അപ്പോസ്തലനായ പത്രോസ്, അപ്പോൾ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം ഇത് അപ്പോസ്തലനായ പത്രോസിൻ്റെ അവസാനത്തെ പ്രസംഗമാണ്. ഇതിന് ശേഷം പത്രോസിൻ്റെ ഒരു പ്രസംഗം, പത്രോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് പത്രോസിൻ്റെ പ്രസംഗം കേൾക്കാൻ പറ്റും. പക്ഷേ അപ്പോസ്തല പ്രവൃത്തികളിൽ അപ്പോസ്തലനായ പത്രോസ് നടത്തുന്ന അവസാനത്തെ പ്രസംഗമാണ് ഈ 10-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രസംഗം. അതുകൊണ്ട് പത്രോസ് എന്താണ് ജാതികളോട് പ്രസംഗിച്ചത്? വാട്ട് ഈസ് ദ ഗോസ്പൽ ദാറ്റ് ഹി പ്രീച്ച്ഡ് ടു ദ ജെൻറ്റൈൽസ്? ജാതികളോടുള്ള അപ്പോസ്തലനായ പത്രോസിൻ്റെ പ്രസംഗം എന്താണ്? അപ്പം ജാതികളോട് പ്രസംഗിക്കാൻ നമുക്ക്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവരോട് പ്രസംഗിക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുമ്പോൾ പത്രോസ് പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞാൽ മതി. കാര്യം അതാണ് ജാതികളോട്
അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞതായിരിക്കുന്ന പ്രസംഗം ഇവിടെ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. 36 മുതൽ അതിൻ്റെ 43 വരെ 37 മുതൽ 43 വരെ അപ്പോസ്തലനായ പത്രോസ് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ അതിൻ്റെ സാരാംശമാണ് ലൂക്കോസ് രേഖപ്പെടുത്താനിരിക്കുന്നത്. പത്രോസിൻ്റെ പ്രസംഗം അതേപടി അതിൻ്റെ പൂർണ്ണ വലിപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണ്. കാര്യം വെച്ചാൽ അതെല്ലാം കൂടെ പറയാനായിട്ട് ഈ പ്രസംഗത്തിനൊപ്പം ഈ പത്രോസ് പറഞ്ഞ കാര്യം ഈ ലൂക്കോസ് രേഖപ്പെടുത്തിയ നിലയിൽ പറയുകയാണെങ്കിൽ ഒരു 2 മിനിറ്റേ ഉള്ളൂ ആ പ്രസംഗം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേനെ പത്രോസിൻ്റെ പ്രസംഗത്തിന് 2 മിനിറ്റേ ഉള്ളൂ ദൈർഘ്യം. ഭാവിയോത്സവം പ്രസംഗിച്ചാൽ നീട്ടി പ്രസംഗിച്ച് കളയും എന്നൊക്കെ നിങ്ങൾ പറയും. ഇല്ല, അത് ശരിയല്ല കേട്ടോ. കാര്യം ചോദിച്ചാൽ ഇവിടെ ലൂക്കോസ് പത്രോസിൻ്റെ പ്രസംഗം സംക്ഷിപ്തമായിട്ട് പറഞ്ഞു തന്നിരിക്കുക. ഹി സമ്മറൈസ്ഡ് വാട്ട് പീറ്റർ ഹാസ് സെഡ് ഇൻ ദി ഹൗസ് ഓഫ് കൊർന്നേലിയസ്. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പറഞ്ഞ പ്രസംഗത്തിൻ്റെ ഒരു സാരാംശമാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ അതിൻ്റെ സാരാംശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ചത്? അപ്പം ഞാനതിനെക്കുറിച്ച് വളരെ പെട്ടെന്നൊരു കാര്യം പറയാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളാൽ ദൈവം ഒരുക്കിയ രക്ഷ അല്ലെങ്കിൽ പാപമോചനം വിശ്വാസത്താൽ സ്വീകരിക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ സാരാംശമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. The forgiveness of sin that God has prepared through the death and resurrection of Christ can be received through faith. അതാണ് പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ സാരാംശം. അതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിലൂടെ ദൈവമൊരുക്കിയ പാപമോചനം വിശ്വാസത്താൽ മനുഷ്യർക്ക് സ്വീകരിക്കാൻ കഴിയും എന്നതാണ് പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ സാരാംശം എന്ന് പറയുന്നത്. അതാണ് നമുക്കും പ്രസംഗിക്കാനുള്ള പ്രസംഗം അത് തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയാൽ തൻ്റെ മരണത്താലും പുനരുത്ഥാനത്താലും താൻ വരുത്തിയ പാപപരിഹാരം അത് വിശ്വാസത്താൽ സ്വീകരിക്കാൻ കഴിയും എന്ന കാര്യമാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. ശരി, അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്ക് അല്പം വിശദമായിട്ട് നമുക്ക് നോക്കാം. കാരണം ലൂക്കോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമേ പത്രോസ് പറഞ്ഞു, അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. അവൻ എന്ന് പറഞ്ഞത് ആരാണ്? 36-ാമത്തെ വാക്യത്തിൽ അവൻ എന്ന് പറഞ്ഞത് ആരാ? ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പിതാവായ ദൈവത്തെക്കുറിച്ചാണ് അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ രക്ഷയുടെ ക്രമീകരണമെന്ന് പറയുന്നത് ദൈവമാണ് ഒരുക്കിയത്. ദൈവമാണ് രക്ഷയുടെ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ദൈവമാണ്, അത് മനുഷ്യരുടെ പരിപാടി അല്ല. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. അവിടെ സുവിശേഷത്തിൻ്റെ സന്ദേശം പുറപ്പെട്ടു വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. രക്ഷയ്ക്കുള്ള ക്രമീകരണം ദൈവം തന്നെയാണ് ഒരുക്കുന്നത് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഇത് പിന്നെ പറഞ്ഞു, അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു എന്നുള്ള കാര്യം ഞാൻ രണ്ടാമത് പറയാം. സമാധാനം സുവിശേഷിച്ചുകൊണ്ട്. അവിടെ സമാധാനമെന്ന് പറയുന്നത് എല്ലാവരും തമ്മിലുള്ളതായിരിക്കുന്ന രമ്യതയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായിരിക്കുന്ന രമ്യതയാണ്. മനുഷ്യനും തമ്മിലുള്ളതായിരിക്കുന്ന രമ്യതയാണ്. അപ്പോൾ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പത്രോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യനെ തമ്മിൽ ഒരുമിപ്പിക്കുന്ന, രമ്യപ്പെടുത്തുന്ന സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നീ വിളിച്ചപ്പോൾ ഞാനിങ്ങോട്ട് വരാനുള്ള കാര്യം അതാണ്. സുവിശേഷം എല്ലാ വ്യത്യാസങ്ങളുടെയും മതിൽ കെട്ടുകൾ ഇടിച്ചു കളയുന്ന, മനുഷ്യനെ രമ്യപ്പെടുത്തുന്ന, മനുഷ്യനെ ഒന്നാക്കി തീർക്കുന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ പരിപാടിയാണ്. ഇത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. മുസ്ലിങ്ങളൊക്കെ അവരുടെ മതത്തെ സമാധാനത്തിൻ്റെ മതം എന്ന് ആണ് പറയുന്നത്. സമാധാനത്തിൻ്റെ മതം, അതിനെക്കുറിച്ച് ഇംഗ്ലീഷുകാരൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, പീസ് എന്നുള്ളത് ഒരു വ്യത്യസ്തമായിരിക്കുന്ന അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് വ്യത്യാസപ്പെടുത്തണമെന്ന് പറഞ്ഞു. PEACE എന്നല്ല, PIEC, പീസ് ആക്കുമെന്ന്. ഇറ്റ് ഈസ് നോട്ട് ദ റിലിജൻ ഓഫ് പീസ്, ബട്ട് ഇറ്റ്സ് ആക്ച്വലി ദ റിലിജൻ ഓഫ് പീസ്. പീസസ്, കഷണമാക്കുന്ന മതമാണ്.
എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നമ്മളെ അറിയിക്കുന്ന സുവിശേഷം സമാധാനത്തിൻ്റെ സുവിശേഷമാണ്. അത് രമ്യതയുടെ സുവിശേഷമാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ രമ്യപ്പെടുവാൻ, മനുഷ്യനും മനുഷ്യനും തമ്മിൽ രമ്യപ്പെടുവാൻ, അവർ തമ്മിലുള്ളതായിരിക്കുന്ന ശത്രുതയ്ക്ക് അവസാനം വരുത്തുവാൻ കഴിയുന്ന സന്ദേശമാണ് ദൈവം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ അറിയിക്കുന്ന സന്ദേശം എന്ന് പറയുന്നതാണ്. എന്നിട്ട് പിന്നെ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം, സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം എന്ന് പറഞ്ഞാൽ, ഈ സന്ദേശം ആദ്യമേ ലഭിച്ചത് ഇസ്രായേൽ മക്കൾക്കാണ്. ഈ സന്ദേശത്തിൻ്റെ ആദ്യ കേൾവിക്കാരെന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളാണ്. ദിസ് മെസ്സേജ് വാസ് ആക്ച്വലി ഇനിഷ്യലി സെൻഡ് ടു ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ മക്കൾക്കാണ് ഈ സന്ദേശം ആദ്യമായിട്ട് അയച്ചത്. അല്ലെങ്കിൽ പറയാം, സുവിശേഷത്തെ സംബന്ധിച്ചുള്ള വാഗ്ദാനവും സുവിശേഷത്തിൻ്റെ ക്രമീകരണവും എല്ലാം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവുമായി ബന്ധപ്പെടുത്തിയാണ് ദൈവം ചെയ്തത്. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ ദൈവം ഇസ്രായേലിനാണ് കൊടുത്തത്, അബ്രഹാമിൻ്റെ സന്തതിക്കാണ് കൊടുത്തത്. ഇസ്രായേൽ മക്കൾക്കാണ് ഈ സന്ദേശം ദൈവം അയച്ചത്. അല്ലെങ്കിൽ ഞാൻ വേറൊരു വാക്ക് പറയാം, ഇസ്രായേൽ മക്കളോട് കർത്താവായ ദൈവം ചെയ്ത എല്ലാ വാഗ്ദത്തങ്ങളുടെയും നിവൃത്തിയായി കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. ആ നിലയിലാണ് സുവിശേഷത്തെ ദൈവം ക്രമീകരിച്ചത്. ആസ് എ ഫുൾഫിൽമെന്റ് ഓഫ് ദ പ്രോമിസസ് ദാറ്റ് ഗോഡ് മെയ്ഡ് ടു ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ജീസസ് ക്രൈസ്റ്റ് കെയിം. കർത്താവായ യേശു ക്രിസ്തു സുവിശേഷം ഇസ്രായേൽ മക്കളോട് ദൈവം ചെയ്ത വാഗ്ദാനങ്ങളുടെ നിവൃത്തിയായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. അതാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ കാര്യം. ഇത് സമാധാനത്തിൻ്റെ സുവിശേഷമാണ്, ഇത് ദൈവം തന്നെയാണ് ഒരുക്കിയത്, ഇത് ആദ്യത്തെ കേൾവിക്കാരെന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളാണ്, അവരിൽ കൂടെയാണ് സുവിശേഷത്തിൻ്റെ ക്രമീകരണം ദൈവം ഉളവാക്കിയത് എന്നുള്ള കാര്യം അപ്പോസ്തലനായ പത്രോസ് പറയും. പിന്നെ പറഞ്ഞു, ഇത് ഇസ്രായേൽ മക്കൾക്കാണ് ഈ സന്ദേശം ആദ്യം അയച്ചത് എന്നുള്ളത് ശരിയാണ്. അവരെ ഉൾപ്പെടുത്തിയാണ് ഈ സുവിശേഷത്തിൻ്റെ ക്രമീകരണം ഉണ്ടാക്കിയത് എന്നുള്ളത് ശരിയാണ്. എന്നാൽ സുവിശേഷത്തിൻ്റെ ലക്ഷ്യം ഇസ്രായേൽ മക്കൾ മാത്രമല്ല, സർവ്വലോകത്തിനും വേണ്ടിയുള്ള രക്ഷാ ക്രമീകരണമാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരുക്കിയത്. അതെങ്ങനെ നമ്മൾ അറിയുന്നത്? പത്രോസ് പറഞ്ഞു, എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു മൂലം, എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു മൂലം. സുവിശേഷം ആദ്യമായി വന്നത് യഹൂദന്മാരുടെ അടുക്കിലേക്കാണെന്നുള്ളത് ശരിയാണ്. അതിൻ്റെ ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലൂടെയാണെന്നുള്ള കാര്യം ശരിയാണ്. എന്നാൽ ഇസ്രായേലിനോട് ദൈവം ചെയ്ത വാഗ്ദാനങ്ങളുടെ നിവൃത്തിയായി ഈ ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു സകലരുടെയും കർത്താവാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പരിപാടിയല്ല സുവിശേഷം, സകല മനുഷ്യരെയും ബാധിക്കുന്ന. അതുകൊണ്ടാണ് കൊർന്നല്യോസിൻ്റെ വീട്ടിലോട്ട് വരുവാൻ പത്രോസ് തീരുമാനിച്ചതിൻ്റെ കാരണം അതാണ്. ഒരു സമൂഹത്തിൻ്റെയും ഒരു ക്രമീകരണത്തിൻ്റെയും മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ പരിമിതപ്പെടുന്ന ഒരു സന്ദേശമല്ല കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച സുവിശേഷം എന്ന് പറയുന്നത്. സകല മനുഷ്യരുടെയും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സകല മനുഷ്യർക്കും രക്ഷകനായി തീരുവാൻ, സകലരുടെയും കർത്താവായി തീരുവാനായിട്ടാണ് ഇസ്രായേലിനോട് ദൈവം വാഗ്ദാനം ചെയ്ത മെസ്സിഹ ഈ ലോകത്തിലേക്ക് വന്നത്. സകലരുടെയും കർത്താവായിട്ടാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്ന വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു, യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെ ഉണ്ടായ വർത്തമാനം, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചി ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം, യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളാണ്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ കേന്ദ്രീയം എന്ന് നമുക്കറിയാം. എന്നാൽ ഈ കർത്താവ് ആരാണ് എന്നുള്ള കാര്യം നമ്മൾ അറിയണം കേട്ടോ. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പക്ഷേ ഈ കർത്താവ് ആരാണ്? അപ്പം അതിനെക്കുറിച്ച് പത്രോസ് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സ്നാനം. യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിന് നൽകിയ സ്നാനമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്ന അതാണ്, അല്ലേ? നിങ്ങൾ
സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം, അവൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരയിൽ യോഹന്നാനാൽ സ്നാനമേൽക്കുന്നതിന് വേണ്ടി വന്നു. അപ്പോൾ യോഹന്നാന് കർത്താവിനെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്ന് കർത്താവേ, നിന്നാൽ ഞാൻ സ്നാനമേൽക്കേണ്ടതാണ്, അതാണ് ആവശ്യമെന്ന് പറയുന്നത്, ഞാൻ നിന്നെ സ്നാനം കഴിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ സകല നീതി നിവൃത്തിയാകേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. യോഹന്നാനാൽ കർത്താവായ യേശുക്രിസ്തു സ്നാനമേറ്റു. അവിടെയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഈ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം ഏത് നിലയിലാണ് എന്നുള്ളതിനെക്കുറിച്ച് പത്രോസ് പറയുന്നത് ശ്രദ്ധിക്കുക. നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതു. അപ്പോൾ ഈ സ്നാന സമയത്ത് പിതാവായ ദൈവം ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു എന്നതാണ് കർത്താവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും എന്ന് പറയുന്നതിനെക്കുറിച്ച് അതൊരു ജോസ് മാത്യു സഹോദരൻ ഇഷ്ടപ്പെടുമായിരിക്കും. ഇറ്റ് ഇസ് എ ഫിഗർ ഓഫ് സ്പീച്ച് കോൾഡ് ഹിൻഡിയൈഡിസ് എന്ന് പറയുന്നതായിരിക്കും ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം ഒരു കാര്യത്തെക്കുറിച്ചായി പറയുന്നതാണ്. അതാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ശക്തിയാൽ അഭിഷേകം ചെയ്തു എന്നാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തു. അപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരാളെ ഉള്ളൂ കേട്ടോ. പരിശുദ്ധാത്മാഭിഷേകം കിട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്താവന മാത്രമേ പുതിയ നിയമത്തിലുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാനാൽ സ്നാനമേറ്റ അവസരത്തിൽ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിനുശേഷം ഒരു സംഭവം ഉണ്ടായെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ നിന്ന് പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്ന് ആവസിച്ചു. പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവിനാൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ശക്തിയാൽ അഭിഷേകം ചെയ്തു. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ചെയ്തത്. താനൊരു പൂർണ്ണ മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് ഈ ലോകത്തിൽ ജീവിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ താനെ ചെയ്തത്. വളരെ അത്ഭുതകരമായിരിക്കുന്നത്. പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അഭിഷേകം ചെയ്തു. എന്നിട്ട് ആ അഭിഷേകത്താൽ, ആ ശക്തിയാൽ, പരിശുദ്ധാത്മ നിയന്ത്രണത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചത്. അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. താൻ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പൂർണ്ണമായും നിവർത്തിച്ച ഏക വ്യക്തി എന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാം. ആ നിലയിൽ കർത്താവ് നമുക്കൊരു മാതൃകയാകും കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് പിതാവിൻ്റെ ഇഷ്ടം ഈ ലോകത്തിൽ നിർവഹിക്കുക എന്നുള്ളത് നമ്മെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തു പൂർണ്ണമായ നിലയിലത് നിവർത്തിച്ചു എന്നുള്ളത് നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്കും ദൈവത്തിൻ്റെ ഇഷ്ടം ഒരു ചെറിയ നിലയിലെങ്കിലും പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹമായിരിക്കണം. എന്നിട്ട് കർത്താവ് ചെയ്ത കാര്യത്തെക്കുറിച്ച് അതിൻ്റെ പൊതുവായിരിക്കുന്ന ഒരു പ്രസ്താവന പത്രോസ് പറയുന്നുണ്ട്. നന്മ ചെയ്തു. ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൻ്റെ ഒരു അല്ലെങ്കിൽ if you want to make a statement about Jesus, then you can say that he is someone who has done good to people. മനുഷ്യർക്ക് നന്മ ചെയ്ത ഒരു വ്യക്തി എന്നാണ് കർത്താവിനെ കുറിച്ച് പറയുന്ന. ദാറ്റ് ഈസ് എ സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ജീസസ്. മനുഷ്യർക്ക് നന്മ ചെയ്യുന്നയാളാണ്. അതിനെക്കുറിച്ച് പ്രസംഗം പറഞ്ഞു കർത്താവായ യേശു ഈ ലോകത്തിൽ ജീവിച്ചപ്പം അവൻ മനുഷ്യർക്ക് നന്മയല്ല അതുപോലെ തിന്മയും ചെയ്തിട്ടില്ല കേട്ടോ. He only did good to people. നന്മ മാത്രം ചെയ്ത, മനുഷ്യർക്ക് നന്മ ചെയ്ത വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരിക്കുന്ന കർത്താവ് നമുക്ക് ഇപ്പം എങ്ങനെയാണ് നമ്മളോട് പെരുമാറാൻ പോകുന്നത്? അവൻ നമുക്ക് നന്മ ചെയ്യുന്നയാളാ കേട്ടോ. God, Jesus is a good, Jesus will do good to you. ദൈവം യേശുക്രിസ്തു നിനക്ക് നന്മ ചെയ്യും എന്നത് ബൈബിള് വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമാണ് കേട്ടോ. ഈ ലോകത്തിൽ കർത്താവായിരുന്ന കാലത്ത് അവൻ മനുഷ്യർക്ക് നന്മ ചെയ്തു. തൻ്റെ സഞ്ചാരത്തിലും തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും കണ്ടുമുട്ടിയ എല്ലാ മനുഷ്യർക്കും, യേശുക്രിസ്തുവിനെ സ്പർശിച്ച എല്ലാ മനുഷ്യർക്കും നന്മയായി തീർന്നു എന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്.
കർത്താവിനെ സ്പർശിച്ച് ആർക്കാ ദോഷം വന്നേ? കർത്താവിനെ കണ്ട ആർക്കാണ് ദോഷം വന്നത്? 2 കുരുടന്മാർ ഇരുന്നിട്ട് പറഞ്ഞു, ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, മിണ്ടാതിരിക്കുക, ശബ്ദമുണ്ടാക്കാതിരിക്കുക. പക്ഷേങ്കിൽ അതിനെക്കുറിച്ച് പിന്നെ സുവിശേഷകൻ പറയുന്നത്, മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ ശബ്ദം കൂട്ടി പിന്നെയും വിളിച്ചെന്നാ പറഞ്ഞത്. മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ ദാവീദ് പുത്രോ കരുണയുണ്ടായി. കർത്താവ് നിന്ന് കിട്ടോ, കർത്താവ് നിങ്ങൾക്ക് എന്താ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങളുടെ കണ്ണ് തുറന്ന് കിട്ടും. കർത്താവ് സ്പർശിച്ചു, അവർ കണ്ണുകൾ തുറന്നു. നന്മ ചെയ്തുകൊണ്ട് മനുഷ്യരുടെ അന്ധതയ്ക്ക് അവസാനം വരുത്തി, അവരുടെ കുഷ്ഠരോഗം മാറ്റി കൊടുത്തു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ നന്മ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഞാൻ പറയാം, നമ്മളെ കർത്താവിനേക്കാളും നല്ലവനായിട്ട് ആരും ഈ ലോകത്തിലില്ല കേട്ടോ. ഹീ ഈസ് എ ഗുഡ് ഗോഡ്. അവൻ നന്മ ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക്, എനിക്ക് കർത്താവ് നന്മ എത്ര അധികം ചെയ്തിരിക്കുന്നു അല്ലേ? നമ്മളൊക്കെ പറഞ്ഞാൽ ശരി, മനുഷ്യർക്ക് നന്മ വരുമ്പോൾ നമുക്ക് അസൂയാണ് കേട്ടോ. നമ്മൾ നന്മയൊക്കെ കുറച്ചൊക്കെ നന്മയൊക്കെ ചെയ്യുന്നവരായില്ലെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും പൂർണ്ണമായിട്ട് നന്മ ചെയ്യാൻ മടിയാ. ഓ മൈ ജീസസ്, ഹി വിൽ ഓൾവേസ് ഡു ഗുഡ്. നന്മ മാത്രം ചെയ്യുന്ന, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന നല്ലവനായ കർത്താവാണ് എന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ പറ്റും. എന്നിട്ട് ഒരു പ്രവൃത്തിയാണ്, മരിച്ചവരെ ഉയർപ്പിച്ച കാര്യവും പിന്നെ കണ്ണ് സൗഖ്യമാക്കിയ കാര്യവും ഒന്നും പത്രോസ് പറയുന്നില്ല. ഒരു പ്രവൃത്തിയാണ് പത്രോസ് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കി. അല്ലെങ്കിൽ പറയാം, കർത്താവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം പിശാചിൻ്റെ അധികാരത്തിലായിരുന്ന മനുഷ്യരെ അതിൽ നിന്ന് വിടുവിച്ച് സ്വതന്ത്രരാക്കുക എന്നുള്ളതായിരുന്നു. You probably might be able to say the summary of the work of Christ while he was here on earth. ലോകത്തിൽ കർത്താവ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന്, അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു അവരെ ആക്കി തീർന്നു. സേവ്ഡ് ദം ഫ്രം ദ പവർ ഓഫ് ദി ഈവിൾ വൺ. സ്നേഹിതരെ, ഞാൻ പറയാം, യേശു ക്രിസ്തുവിനെ വിട്ടു നിൽക്കുന്നവർ പിശാചിൻ്റെ അധികാരത്തിലാണ് കേട്ടോ. പിശാച് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നയാളല്ല. പിശാചിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, അവൻ എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചു, കൊല്ലുവാനും അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ ശത്രു വരുന്നില്ല. ക്രൂരനായ, നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയുവാൻ തീരുമാനിച്ച, നമ്മെ തകർക്കുവാൻ കച്ചകെട്ടിറക്കി പിശാചിൻ്റെ കരങ്ങളിൽ നിന്ന് അവൻ നമ്മെ മോചിപ്പിച്ച് സ്വതന്ത്രരാക്കി നമുക്ക് നന്മ മാത്രം ചെയ്ത കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ അവൻ നമ്മെ വിടുവിച്ചു എന്നുള്ളത് എത്രയോ അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ്. He saved us from the power of the evil one. മരണത്തിൻ്റെ അധികാരിയായ പിശാച്. പാട്ടുകാരനൊക്കെ പറയുന്നത് നമ്മളെ പാട്ട് പാടുമല്ലേ, മരണാധികാരി ആയിരുന്ന പിശാചിൻ്റെ കരങ്ങളിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ച് തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി സ്വാതന്ത്ര്യം വരുത്തിയ ആ കർത്താവിനെ കുറിച്ചാണ് അപ്പസ്തലനായ പത്രോസ് അവരോട് പറഞ്ഞു, ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് അവനോട് കൂടെ ഇരുന്ന് ലോകത്തിൽ നന്മ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ പാർത്ത് മനുഷ്യരെ പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്വാതന്ത്ര്യം വരുത്തിയ ആ കർത്താവ്. എന്നിട്ട് അവർ ഒരു കാര്യം പറഞ്ഞു, യഹൂദീയ ദേശത്തിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിന് ഞങ്ങൾ സാക്ഷികളാകുന്നു എന്ന് പറഞ്ഞു. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രം കേട്ട് കേൾവി അല്ല കേട്ടോ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രം കേട്ട് കേൾവിയല്ല, അത് കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതുമായ കാര്യങ്ങൾ സത്യസന്ധമായി നമുക്ക് എഴുതി തന്നിരിക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് ഒരു സ്നേഹിതൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, യേശു ക്രിസ്തുവിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ ആരോടാ ചോദിക്കേണ്ടേ? യേശു ക്രിസ്തുവിന് എന്ത് സംഭവിച്ചു ചോദിക്കാം. 650 വർഷം കഴിഞ്ഞ് വന്ന മുഹമ്മദ് സാഹിബിനോട് ചോദിക്കാം അല്ലേ? യേശു ക്രിസ്തു ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 650 വർഷം, 630 അല്ലേ വർഷം കഴിഞ്ഞ് വന്ന മുഹമ്മദ് എന്ന് പറയുന്ന ആളിനോട് ചോദിക്കാം, ഇദ്ദേഹത്തിന് എന്താ പറ്റിയെന്ന്. അദ്ദേഹം പറയും, യേശു ക്രിസ്തു മരിച്ചിട്ടില്ല കേട്ടോ. ഓ അത് ശരി, അത് കൊള്ളാം, കൂടിയാളാ.
എൻ്റെ പൊന്നെ, യേശുക്രിസ്തുവിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ചോദിക്കാൻ ആരോടാ ചോദിക്കേണ്ടത്? യേശുക്രിസ്തു ചെയ്ത കാര്യം കണ്ട ആളുകൾ, യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ കേട്ട ആളുകൾ, അവരോടല്ലേ ചോദിക്കേണ്ടത്? അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, ഞങ്ങൾ അവൻ്റെ സാക്ഷികളാകുന്നു. അവൻ ചെയ്ത കാര്യം കണ്ടതും അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതുമായിരിക്കുന്ന ആളുകളാണ്. യേശുക്രിസ്തുവിനെ അറിയുവാൻ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന, തൻ്റെ പ്രവൃത്തികൾക്ക് ദൃക്സാക്ഷികളായിരിക്കുന്ന, താൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട ആളുകൾ പറഞ്ഞതാണ്, എഴുതിയതാണ് നമ്മൾക്ക് സ്വീകാര്യമായിരിക്കുന്ന കാര്യം. അല്ലാതെ മറ്റാരും പറയുന്ന കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇഫ് യു വാണ്ട് ടു നോ ജീസസ്, read the Gospels. Listen to the people who have seen him, who walked with him and heard him. കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ കേട്ട, യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങൾ കണ്ട, അവർ പറഞ്ഞ സാക്ഷ്യമാണ് ബൈബിളിൽ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. അതാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യസന്ധമായിരിക്കുന്ന വിവരം എന്ന് പറയുന്നതാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം, ഒറ്റ പ്രസ്താവന കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് പത്രോസ് പറയുന്നുള്ളൂ കേട്ടോ. അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. എന്താ ക്രൂശിക്കപ്പെട്ടു കൊന്നു എന്നൊന്നും പറയാൻ, മരത്തിന്മേൽ തൂക്കിയെന്നാ പറയുന്നത്? അതിന് അങ്ങനെ പറഞ്ഞേ, അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. Why did he say that? They hung him on a tree. That's what he said. They hung him on a tree. നിങ്ങൾ ഗലാത്യ ലേഖനം വന്നാലും പൗലോസും പറയുന്ന കാര്യം അതാ, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ, അവൻ നമുക്ക് വേണ്ടി ശാപമായി തോന്നും. അപ്പോൾ അപ്പസ്തലിക സന്ദേശത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് ദൈവം അല്ലെങ്കിൽ മനുഷ്യർ കർത്താവായ യേശുക്രിസ്തുവിനെ മരത്തിൻ്റെ മേൽ തൂക്കിക്കൊന്നു എന്ന് പറയുന്ന പ്രസ്താവന. അപ്പസ്തലിക സന്ദേശത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യേശുക്രിസ്തുവിനെ മനുഷ്യർ മരത്തിന്മേൽ തൂക്കി കൊന്നു എന്ന് പറയുന്ന കാര്യം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അല്ലെങ്കിൽ ആ പ്രസ്താവനയിൽ ഒരുപാട് ആശയങ്ങൾ സംക്ഷിപ്തമായി പറയുന്നൊരു പ്രസ്താവനയാണ്. There is substitutionary atonement in that statement. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്, അതിൻ്റെ ശിക്ഷയായിട്ട്, അതിന് ശാപം വഹിച്ചുകൊണ്ട് നമുക്ക് പകരക്കാരനായിട്ടാണ് മരിച്ചത് എന്ന കാര്യമാണ് മരത്തിൻ്റെ മേൽ തൂക്കി എന്ന് പറയുന്ന പ്രസ്താവനയുടെ വിശദീകരണം. അതാ എന്തിനാ മരത്തിൻ്റെ മേൽ തൂക്കിയത്? ശാപഗ്രസ്തനായ ഒരു വ്യക്തിയെ മാത്രമേ മരത്തിൻ്റെ മേൽ തൂക്കുള്ളൂ. ഇവന് കർത്താവായ യേശുക്രിസ്തു നന്മ മാത്രം പ്രവർത്തിച്ച് ഈ ലോകത്തിൽ ജീവിച്ച നീതിമാനായിരിക്കുന്ന യേശുക്രിസ്തു എന്തുകൊണ്ട് ശാപത്തിന് വിധേയനായി തീർന്നു? അതിന് ഒരു മറുപടിയേ ഉള്ളൂ. അവൻ തൻ്റെ ശാപം നിമിത്തമല്ല, തൻ്റെ കുറ്റം നിമിത്തവുമല്ല, തൻ്റെ പാപം നിമിത്തവുമല്ല, അനേകരുടെ പാപങ്ങളെ തൻ്റെ മേൽ വഹിച്ചുകൊണ്ട്, അതിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ട്, അതിൻ്റെ ശാപം ഏറ്റെടുത്തുകൊണ്ട്, അതിന് പകരക്കാരനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു മരിച്ചത് എന്ന കാര്യമാണ് അപ്പോസ്തലനായ പത്രോസ് നമ്മളോട് പറയുന്നത്. അതാ They hung him on a cross. ക്രോസ് എന്ന് പറയുന്നതിന് പകരം പറഞ്ഞു hung him on a tree. കാരണം ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, മരത്തിൻ്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. He became a curse. അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമുക്ക് പകരക്കാരനായി നമ്മുടെ ശാപം ഏറ്റെടുത്തുകൊണ്ട് അതിന് പരിഹാരം വരുത്തുവാൻ അവൻ കൊല്ലപ്പെട്ടു എന്ന കാര്യമാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, സകല ജനത്തിനുമല്ല, ദൈവം അവനെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഈ രണ്ട് കാര്യമാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാ, മനുഷ്യനവനെ തൂക്കിക്കൊന്നു, മരത്തിൻ്റെ മേൽ തൂക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ശാപത്തെ വഹിച്ച് നമുക്ക് പകരക്കാരനായി നമ്മുടെ ശാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന കാര്യമാണ് ആ പ്രസ്താവനയിലൂടെ അപ്പോസ്തലന്മാർ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത്, ഇത് അങ്ങനെ തന്നെയാണ് എന്നുള്ള കാര്യം നമ്മളങ്ങനെ അറിയുന്നേ. എനിക്കങ്ങനൊക്കെ പറയാം അല്ലേ, എനിക്ക് പറയാം യേശുക്രിസ്തു എന്തിനാണ് മരിച്ചതെന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയും? മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവരെ ശാപം വഹിച്ചുകൊണ്ട് പകരക്കാരനായിട്ടാണ് മരിച്ചത്. അതിനുള്ള തെളിവെന്താണ്? അതിന് തെളിവാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. ദൈവം അവനെ മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് താൻ പറഞ്ഞതും ചെയ്തതുമായിരിക്കുന്ന കാര്യങ്ങൾ ദൈവം അംഗീകരിച്ച ദൈവത്തിൻ്റെ ക്രമീകരണമാണ് എന്നുള്ളതിൻ്റെ അതിനുള്ളതായിരിക്കുന്ന അടിവര എന്താണ്? അതിനുള്ള പരിപാടി എന്താ? അതെന്ന് പറയുന്നത്
കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ക്രിസ്തീയ വിശ്വാസം സത്യമാണെന്നുള്ളതിന് തെളിവെന്തുവാ? പലരും പറയുന്നുണ്ട്, പല കാര്യവും പറയുന്നുണ്ട്, യേശു ക്രിസ്തു പറയുന്നുണ്ട്. ഇല്ലെന്നേ, മരിച്ചവിടയിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വന്ന് സംസാരിക്കുകയാണ് എങ്കിൽ അദ്ദേഹം പറയുന്നത് കേൾക്കണം കേട്ടോ. മരിച്ചവിടയിൽ നിന്ന് അങ്ങനെ ഒരേ ഒരു വ്യക്തിയെ ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു അല്ലാതെ ആരും മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മടങ്ങി വന്നിട്ടില്ല. അപ്പം നിങ്ങൾ പറയുമായിരിക്കും ലാസറിൻ്റെ കാര്യം അല്ലേ, ലാസർ 4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉയർത്തെഴുന്നേറ്റല്ലോ? ഇല്ല, ഉയർത്തെഴുന്നേറ്റില്ലെന്നേ, തനിക്ക് ജീവൻ മടക്കി കിട്ടിയെന്നേ ഉള്ളൂ. ഞാൻ പറയും 2 ശവസംസ്കാരം കിട്ടിയ വളരെ അപൂർവമായ അനുഗ്രഹം കിട്ടിയ ആളാണ് ലാസർ. ആദ്യത്തെ ശവസംസ്കാരത്തിന് വരാൻ പറ്റാത്തവർക്ക് 2ാമത്തെ ശവസംസ്കാരത്തിന് വരാൻ പറ്റി. ആദ്യത്തെ പ്രാവശ്യം ശരിക്കും വരാവുന്ന ആളുകൾ 2ാമത്തേന് ശരിക്കും അവർ നേരെ തന്നെ ഈ പ്രാവശ്യം ഏതായാലും ശരിക്കൊന്ന് കരയണം എന്ന് തീരുമാനിച്ചു. അവർ ശരിക്കും കരയുകയും ചെയ്തു വിട്ടു. 2 പ്രാവശ്യം കരയാൻ പറ്റി. അത് ഉയർത്തെഴുന്നേൽപ്പല്ല, മരിക്കാതെ മരണത്തിന് ഇനി അവൻ്റെ മേൽ അവകാശമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കലും മരിക്കാതെ നിത്യമായി ജീവിക്കുവാൻ ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അവൻ മരിച്ചവിടയിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു. ആദ്യ ഫലം യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ ഉയർത്തെഴുന്നേറ്റയാള്. വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ ആൾക്കാരെ കുറിച്ച് ഞാൻ ചോദിക്കും, എന്ത് ചെയ്യും ഇപ്പോഴവര്? ചത്തുപോയി. അത് ശരി, അത് ശരി. സായിബാബ കൂടിയ ആളായിരുന്നല്ലോ, അല്ലയോ? കൂടിയ ആളായിരുന്നു. എന്തിയേ? അവർ കുറച്ച് നാൾ വെച്ചേച്ചു കേട്ടോ. അവരങ്ങനെയൊന്നും അടക്കം ചെയ്യുകയില്ല. തിരിച്ചു വന്നാൽ എന്ത് സംഭവിക്കും? ഇരിക്കും തോറും നാറ്റം വർദ്ധിച്ചതല്ലാതെ ആള് വന്നില്ല. അവരുടെ വർത്തമാനമൊക്കെ അവസാനിച്ചു കേട്ടോ. there is only one person who came back from death to life. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിന് നിസ്തുല്യത എന്ന് പറയുന്നതാണ്. യേശുക്രിസ്തു പറയുന്നത് സത്യമാണെന്നുള്ളതിന് തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ വ്യക്തി. അപ്പം ഏതായാലും നമ്മുടെ ടി.കെ. ശമുവൽ സാറ് പാടിയതുപോലെ പറയാം, ഉലകമകാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമകാന്മാർ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മൾ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. അവിടെ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങനെ തലയും കുനിച്ച് തലയെ തുണിയും ഇട്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതായിരുന്നു എന്നൊന്നും പറയേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. There is only one person who has come back to life and that is Jesus Christ. യേശുക്രിസ്തു എന്നുള്ള ഏക വ്യക്തിയല്ലാതെ മരണത്തെ പരാജയപ്പെടുത്തി ആരും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല എന്ന കാര്യം വളരെ ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. That's why Jesus is right. അവൻ സത്യമായിരിക്കുന്നതിന് കാരണം അതാണ്. അവൻ്റെ സന്ദേശം നിസ്തുല്യമായിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. അവനിൽ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും എന്ന് പറയുവാനുള്ള കാരണം അതാണ്. അവൻ മരണത്തെ പരാജയപ്പെടുത്തിയ ദൈവമാണ്, ദൈവപുത്രനാണ്. അപ്പം അതാണ് അപ്പോസ്തലനായ പത്രോസിന് പറയാനുള്ളത്. അവനെ തൂക്കിക്കൊന്നു, അവനെ മരത്തിൽ തൂക്കിക്കൊന്നു, എന്നാൽ ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ഈ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെയെന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും നിത്യജീവനും
ദൈവം ദാനമായി നൽകുന്നു എന്നതാണ് സുവിശേഷം. അതാണ് സുവിശേഷം. അതാണ് അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ച സുവിശേഷം. അതാണ് പൗലോസ് പ്രസംഗിച്ച സുവിശേഷം. അതാണ് നമ്മളും പ്രസംഗിക്കുന്ന സുവിശേഷം. അത് തന്നെയാണ്. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് പകരക്കാരനായി കുരിശിൻ്റെ മേൽ നമുക്ക് വേണ്ടി മരിച്ചു. അവനെ ദൈവം മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പാപമോചനവും നിത്യജീവനും സൗജന്യമായിട്ട് ദൈവം നൽകുന്നു എന്ന സന്ദേശമാണ് സുവിശേഷം. അതാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞതായിരിക്കുന്ന സുവിശേഷം. എൻ്റെ പ്രിയമുള്ളവരെ, എത്ര അത്ഭുതകരമായ ഒരു സന്ദേശമാണ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മെ ക്രിസ്തു യേശുവിൽ ഒന്നാക്കി തീർത്ത കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ആ സുവിശേഷത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കാം. ആ സുവിശേഷത്തിന് അനുസൃതമായി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം. സർവശക്തനായ ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതകരമായ അവിടുത്തെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടുകൂടെ അങ്ങേക്ക് സ്തോത്രങ്ങളും സ്തുതികളും അർപ്പിക്കുന്നു. ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് നന്മ ചെയ്ത് ഈ ലോകത്തിൽ ജീവിച്ചത്, പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് മനുഷ്യരെ വിടുവിച്ചത്, ഇന്ന് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുതൽ നൽകുന്നതുകൊണ്ട്, പാപമോചനം നൽകുന്നതുകൊണ്ട്, രക്ഷ നൽകുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടുകൂടെ അങ്ങേക്ക് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അവിടത്തേക്ക് സ്തോത്രം സ്തുതികളും ആരാധനയും അർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണ ചെയ്യുന്ന കർത്താവേ, നന്മ ചെയ്യുന്ന ദൈവമേ, ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.